കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ സങ്കീർണമായ നഗരസഭകളിൽ ഒന്നാണ് പാലാ മുനിസിപ്പാലിറ്റി. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത ഈ നഗരസഭയിൽ സ്വതന്ത്രനായി വിജയിച്ച കൗൺസിലർമാരുടെ നിലപാടുകൾ ഭരണസമിതി രൂപീകരണത്തിൽ നിർണായകമാവുകയാണ്. എന്നാൽ വെറുതെ ഒതുങ്ങാതെ നഗരസഭയുടെ പരമോന്നത സ്ഥാനമായ ചെയർപേഴ്സണൽ സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് UDF-നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇവർ. കണക്കുകൾ സംസാരിക്കുമ്പോൾ അനിവാര്യമായ സ്വതന്ത്ര പിന്തുണ പാലാ മുനിസിപ്പാലിറ്റിയിലെ നിലവിലെ കക്ഷിനില ഇപ്രകാരമാണ്. ഭരണം പിടിക്കാൻ കേവല ഭൂരിപക്ഷമായ 14 സീറ്റുകൾ ആവശ്യമാണ്. UDF-ന് 10 സീറ്റുകൾ മാത്രമാണ് സ്വന്തമായുള്ളത്. ഭരണം ഉറപ്പിക്കണമെങ്കിൽ 4 സ്വതന്ത്രരുടെയും പിന്തുണ UDF-ന് കൂടിയേ തീരൂ. LDF-ന് 12 സീറ്റുകൾ ഉണ്ടെങ്കിലും അവർക്ക് ഭരണം ഉറപ്പിക്കാൻ 2 സ്വതന്ത്രരുടെ കൂടി പിന്തുണ ആവശ്യമാണ്. എന്നാൽ 4 സ്വതന്ത്രരും UDF-നെ പിന്തുണയ്ക്കാൻ തയ്യാറായാൽ 14 സീറ്റുകളോടെ UDF-ന് അനായാസം ഭരണം പിടിക്കാം. ഇവിടെയാണ് സ്വതന്ത്രരുടെ നിർണായകമായ വിലപേശൽ ശക്തി പുറത്തുവരുന്നത്. UDF നേരിടുന്ന വെല്ലുവിളികൾ. UDF-ന് പിന്തുണ പ്രഖ്യാപിച്ച 2 വ്യത്യസ്ത വിഭാഗങ്ങളാണ് നിലവിൽ നഗരസഭയിലുള്ളത്. ഇവരുടെ ആവശ്യങ്ങളാണ് മുന്നണിയെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. സ്വതന്ത്രമായി വിജയിച്ച മായ രാഹുൽ UDF-നെ പിന്തുണയ്ക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പിന്തുണ നിരുപാധികമല്ല. UDF മുന്നണിക്ക് വേണ്ടി മായ രാഹുൽ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം നഗരസഭാ ചെയർപേഴ്സൺ തന്നെയാണ്. ഭരണം ഉറപ്പിക്കാൻ ഈ ഒരു വോട്ടിന്റെ പ്രാധാന്യം വലുതായതിനാൽ ഈ ആവശ്യം UDF-ന് അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാനാവില്ല. ഇതിനേക്കാൾ സങ്കീർണമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് ബിനു പുളിക്കക്കണ്ടത്തിന്റെ സ്വതന്ത്ര കൂട്ടായ്മയാണ്. ബിനു പുളിക്കക്കണ്ടത്തിന് പുറമെ മകൾ ദിയ, സഹോദരൻ ബിജു എന്നിവരും സ്വതന്ത്രരായി വിജയിച്ചിട്ടുണ്ട്. ഈ 3 വാർഡുകളിലും UDF സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇവിടങ്ങളിൽ ബിനു പുളിക്കക്കണ്ടത്തിന്റെ കൂട്ടായ്മയെ UDF പരോക്ഷമായി പിന്തുണയ്ക്കുകയായിരുന്നു. ഇവരുടെ ആവശ്യം കേവലം പിന്തുണയിൽ ഒതുങ്ങുന്നില്ല. ബിനു പുളിക്കക്കണ്ടം ഉന്നയിച്ചിരിക്കുന്നത് മകൾ ദിയ ബിനുവിനെ ചെയർപേഴ്സൺ ആകണമെന്നാണ്. 3 കൗൺസിലർമാരുടെ പിന്തുണ ഒറ്റയടിക്ക് ലഭിക്കുമെന്നത് UDF-ന് വലിയ ആശ്വാസകരമായിരുന്നു. എന്നാൽ ഈ ആവശ്യവും ചെയർപേഴ്സൺ കസേരയെ ചുറ്റിപ്പറ്റിയുള്ളതിനാൽ UDF ധർമ്മസങ്കടത്തിലായി. UDF-ന് നിലവിൽ 2 വിഭാഗങ്ങളിൽ നിന്നും ചെയർപേഴ്സൺ സ്ഥാനത്തിന് വേണ്ടിയുള്ള ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അംഗീകരിച്ചാൽ മറ്റേ വിഭാഗം മുന്നണിക്ക് പിന്തുണ നൽകാതെ മാറി നിൽക്കാനും സാധ്യതയുണ്ട്. ഇത് UDF-ന്റെ ഭരണ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കും. ഒരു രാഷ്ട്രീയ സമവാക്യം ബിനു പുളിക്കക്കണ്ടം വിഷയത്തിൽ UDF-ലെ പ്രധാന കക്ഷിയായ കേരള കോൺഗ്രസ് M നേരിടുന്ന സങ്കീർണതകൾ ചർച്ചകൾ കൂടുതൽ ദുഷ്കരമാക്കുന്നുണ്ട്. മാണി വിഭാഗം നേതാവായിരുന്ന ബിനു പുളിക്കക്കണ്ടം പാർട്ടി ജനറൽ ജോസ് കെ മാണിക്കെതിരെ പരസ്യമായി വിമർശനം ഉന്നയിച്ചതിനെ തുടർന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. കഴിഞ്ഞ തവണ CPIM പ്രതിനിധിയായി വിജയിച്ചപ്പോഴും ബിനു ജോസ് കെ മാണിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ രാഷ്ട്രീയ ചരിത്രം കാരണം കേരള കോൺഗ്രസ് M-ന് ബിനു പുളിക്കക്കണ്ടവുമായി നേരിട്ട് ചർച്ച നടത്താൻ താല്പര്യക്കുറവുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ബിനു പുളിക്കക്കണ്ടത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തണമെങ്കിൽ UDF സംവിധാനത്തിലെ മറ്റ് കക്ഷികളോ അല്ലെങ്കിൽ CPIM സംസ്ഥാന നേതൃത്വമോ മുൻകൈ എടുക്കേണ്ടി വരുമെന്ന സ്ഥിതിയുണ്ട്. ഇത് ചർച്ചകൾ വൈകിപ്പിക്കാനും കൂടുതൽ രാഷ്ട്രീയ വിലപേശലുകൾക്ക് വഴിയൊരുക്കാനും കഴിയും. നിലവിൽ 12 സീറ്റുകളുള്ള LDF-നും സ്വതന്ത്രരുടെ പിന്തുണ കൂടിയേ തീരൂ. കഴിഞ്ഞ തവണ 17 വാർഡുകളിൽ വിജയിച്ചാണ് LDF പാലാ നഗരസഭ ഭരിച്ചിരുന്നത്. ഇത്തവണ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞെങ്കിലും ഒരു സ്വതന്ത്രനെ കൂടെ നിർത്താൻ കഴിഞ്ഞാൽ അവർക്ക് 13 സീറ്റുകൾ ലഭിക്കും. ഭരണത്തിലേറാൻ ഒരു സീറ്റിന്റെ കുറവ് മാത്രം. UDF-ൽ ചെയർപേഴ്സൺ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മുറുക്കിയാൽ അത് LDF-ന് അനുകൂലമായ സാഹചര്യം ഒരുക്കിയേക്കാം. UDF തൃപ്തരാകാത്ത ഏതെങ്കിലും സ്വതന്ത്ര വിഭാഗത്തെ LDF-ന് തങ്ങളുടെ കൂടെ കൂട്ടാൻ സാധിച്ചാൽ LDF-ന്റെ ഭരണ സാധ്യതകൾ വർദ്ധിക്കും. നിലവിൽ ബിനു പുളിക്കക്കണ്ടത്തിന് CPIM സംസ്ഥാന നേതൃത്വവുമായി നല്ല ബന്ധമുണ്ടെന്ന സൂചനകൾ ഉള്ളതിനാൽ LDF-ഉം തങ്ങളുടെ സാധ്യതകൾ സജീവമായി നിലനിർത്തുന്നുണ്ട്. ചെയർപേഴ്സൺ മോഹങ്ങൾ പാലാ മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി രൂപീകരണം താമസിപ്പിക്കാനും കൂടുതൽ രാഷ്ട്രീയ നാടകങ്ങൾക്ക് വഴിയൊരുക്കാനും കഴിയും. സ്വന്തം നിലയിൽ ഭരണമുറപ്പിക്കാൻ കഴിയാത്ത UDF-ഉം LDF-ഉം സ്വന്തം ആവശ്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിനെ പോലെ ഇരിക്കും പാലയുടെ അടുത്ത ഭരണസമിതിയുടെ ഭാവി. ഒരു സീറ്റിന്റെ മാത്രം ഭൂരിപക്ഷത്തിനായി നടക്കുന്ന ഈ രാഷ്ട്രീയ ചരടുവലികൾ പാലാ നഗരസഭയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ ഒരു അധ്യായമായിരിക്കും.